വെൽക്കം ടു CK മല്ലൂസ്. 25-21 എന്ന ഡ്രാമയുടെ 15ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഇജിനെ വീടിനുള്ളിൽ കണ്ട് ഹീതുവിന്റെ അമ്മയും ആകെ അമ്പരക്കുന്നു. ന്യൂസ് പേപ്പർ എറിഞ്ഞ് പ്രതിമ തകർത്തതിലൂടെയാണ് പരിചയപ്പെട്ടതെന്ന് പിന്നീട് ഹീതുവും ഇജിനും അവരോട് പറയുന്നു. ഹീതുവിനെ പരിചയമുള്ളത് കൊണ്ടാണോ ഏഷ്യൻ ഗെയിംസിലെ റഫറിയെ എയർപോർട്ടിൽ പോയി കണ്ട് ഇന്റർവ്യൂ ചെയ്തത് എന്നാണ് അവർക്ക് പ്രധാനമായും അറിയേണ്ടിയിരുന്നത്. ഹീതുവിന്റെ സ്ഥാനത്ത് ആരായിരുന്നെങ്കിലും ഞാനിത് തന്നെ ചെയ്യുമായിരുന്നു എന്ന് അവൻ പറയുന്നു. നിങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണോ എന്ന് അവർ ചോദിച്ചപ്പോൾ ഇജിൻ അല്ല എന്ന് പറയുന്നുണ്ട്. ഇനി മുതൽ സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മാറുന്നതാണ് നല്ലത്. നിങ്ങൾ തമ്മിൽ വളരെ അടുപ്പത്തിലാണെന്ന് തോന്നുന്നു. ഒരു റിപ്പോർട്ടറും സബ്ജക്റ്റും തമ്മിൽ ഒരിക്കലും അടുപ്പമുണ്ടാക്കാൻ പാടില്ല. നിങ്ങൾക്ക് പരസ്പരം മുറിവേൽപ്പിക്കേണ്ടി വന്നേക്കാം, പരസ്പരം നഷ്ടപ്പെട്ടേക്കാം. അതുകൊണ്ട് സ്പോർട്സ് ഡിപ്പാർട്ട്മെന്റിൽ മാറി മറ്റേതിലെങ്കിലും അപ്ലൈ ചെയ്യണം. ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഒന്നും സംഭവിക്കില്ല എന്ന് നീ വിചാരിക്കുന്നുണ്ടാവും, പക്ഷെ അങ്ങനെയല്ല, സംഭവിക്കും. ഹീതുവിൻ്റെ അമ്മ എന്ന നിലയിലല്ല ഞാനിത് പറയുന്നത്, ഒരു സീനിയർ റിപ്പോർട്ടർ എന്ന നിലയിൽ എൻ്റെ അനുഭവത്തിൽ നിന്നാണ്. അതുപോലെ ഞാനാണ് ഹീതുവിൻ്റെ അമ്മ എന്ന് ആരോടും പറയരുത്. അവൾ ഇനി ന്യൂസിൽ കൂടുതൽ തവണ വരേണ്ടതാണ്. ഞാനാണ് അവളുടെ അമ്മ എന്ന് മറ്റുള്ളവർ അറിഞ്ഞാൽ അത് അവൾക്ക് ദോഷം ചെയ്തേക്കും എന്നും അവർ പറയുന്നു. ജോലിയെക്കുറിച്ചല്ലാതെ എൻ്റെ അമ്മ എന്ന നിലയിൽ ഒന്നും പറയാനില്ല എന്ന് ഹീതു അസ്വസ്ഥയോടെ ചോദിക്കുന്നുണ്ട്. അവിടെ നിന്ന് മടങ്ങുമ്പോൾ ഹീതുവിൻ്റെ അമ്മ പറഞ്ഞതിനെക്കുറിച്ചായിരുന്നു ഇജിൻ്റെ മനസ്സ് നിറയെ. അവരും സീനിയറുമൊക്കെ ചോദിച്ചതുപോലെ ഹീതുവിൻ്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ താൻ അതുപോലെ എയർപോർട്ടിലേക്ക് ഓടുമായിരുന്നു എന്നവൻ ചിന്തിക്കുന്നുണ്ട്. യൂറിൻ അടുത്ത ദിവസം സ്കൂളിലെ ബാത്റൂമിൽ നിൽക്കുമ്പോൾ അവിടെ നിൽക്കുന്ന അറിയാതെ ബാത്റൂമിനുള്ളിൽ നിന്ന് രണ്ട് കുട്ടികൾ അവളുടെ ഷോപ്പ് വീണ്ടും തുറന്ന കാര്യവും അവർ കൂടുതൽ കടക്കണിയിലായ കാര്യവുമൊക്കെ സംസാരിക്കുന്നത് കേൾക്കുന്നു. അവൾക്ക് അങ്ങനെ തന്നെ വേണം. ഏഷ്യൻ ഗെയിംസിൽ അവൾ ഭയങ്കര ഷോ അല്ലായിരുന്നു. അവൾ കാരണം ഹീതുവും ആകെ പ്രശ്നത്തിലായി. ചിലപ്പോൾ ഗോൾഡ് മെഡൽ വിന്നേഴ്സിന് കിട്ടുന്ന പെൻഷന് വേണ്ടിയാകും അവൾ അങ്ങനെ ഷോ കാണിച്ചത് എന്നൊക്കെ അവർ നിർത്താതെ അവളെ കുറ്റം പറയുകയാണ്. യൂറിൻ അതെല്ലാം കേട്ടാകെ വല്ലാതെ ആകുന്നുണ്ട്. അവൾ വിഷമത്തോടെ തിരിഞ്ഞു നടക്കുമ്പോഴാണ് ഒരു ടോയ്ലറ്റിന്റെ ഡോർ വലിച്ചു തുറന്ന് പുറത്തേക്ക് ഇറങ്ങി വന്ന ഹീതു മറ്റേ ഡോറിൽ ചെന്നിടിച്ച് അത് ചവിട്ടി തുറന്ന് അവളുമായി പിടിച്ച് വെളിയിലിട്ടിട്ട് യൂറിമിനെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിനക്കൊക്കെ എന്താണ് അവകാശം എന്ന് പറഞ്ഞ് അവളുടെ കഴുത്തിൽ കുത്തിപ്പിടിക്കുന്നത് യൂറിൻ കണ്ടത്. ഹീതു തനിക്ക് വേണ്ടി സംസാരിക്കുന്നത് കണ്ട് അവളാകെ ഷോക്കാകുന്നുണ്ട്. ആ പെൺകുട്ടികൾ പക്ഷേ അങ്ങനെ ഒതുങ്ങുന്ന ടൈപ്പ് ആയിരുന്നില്ല. അവർ രണ്ടുപേരും കൂടി ഹീതുവിനെ തിരിച്ചാക്രമിക്കുന്നു. ഹീതു പറ്റാവുന്ന വിധത്തിലൊക്കെ തിരിച്ചു കൊടുക്കുന്നുണ്ട്. ഒരുത്തി ഹീതുവിനെ അടിക്കാൻ മോപ്പെടുക്കുന്നത് കണ്ട് യൂറിൻ ഓടിച്ച് നമ്മളെ പിടിക്കുന്നു. യൂറിനെ കണ്ടപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം യൂറിൻ കേട്ട് കാണും എന്ന് പറഞ്ഞ് ഹീതു വീണ്ടും അവർക്കിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ടിനെയും ചവിട്ടിക്കൂട്ടി നിലതെറിഞ്ഞിട്ട് ഇനി മേലിൽ ഇതുപോലെ എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെയൊന്നും ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് ഹീതു പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ച് യൂറിൻ അവൾക്ക് പുറകെ ചെന്നപ്പോൾ ഹീതു തിരിഞ്ഞു നിൽക്കുന്നു. യൂറിൻ പൊട്ടിക്കരയുന്ന കണ്ടപ്പോൾ ഹീതു ആകെ അമ്പരക്കുന്നു. അവർ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് സഹിച്ചില്ല, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അതിന് നീ എന്തിനാണ് കരയുന്നത് എന്നവൾ പറഞ്ഞപ്പോൾ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. നീ കാരണം ഞാനിപ്പോൾ എത്രമാത്രം വിഷമിക്കുന്നുണ്ടെന്നറിയാമോ എന്ന് കരയുന്നതിനിടയിൽ യൂറിൻ ചോദിക്കുന്നു. ഞാൻ എന്ത് ചെയ്തു എന്ന് ഹീതു അമ്പരപ്പോടെ ചോദിച്ചപ്പോൾ ഞാനാണ് ഇൻജോമി എന്ന് പറഞ്ഞിട്ട് യൂറിൻ തിരിഞ്ഞു നടക്കുന്നു. ഹീതുവിന് അത് വലിയ ഷോക്കായിരുന്നു. ഇൻജോമി ഇജിനാണ് തെറ്റിദ്ധരിച്ച ദിവസം യൂറിൻ അവിടെ തന്നെ കാത്തു നിന്നിട്ടുണ്ടാവണം. തന്നെ കണ്ടപ്പോൾ മറിഞ്ഞതായിരിക്കും എന്നൊക്കെ ഹീതുവിന് ഊഹിക്കാൻ കഴിയുന്നുണ്ട്. അവൾ വേഗം യൂറിമിന്റെ പുറകെ ചെന്ന് അവളെ പിടിച്ചു നിർത്തിയിട്ട് നീയാണോ ശരിക്കും ഇൻജോമി എന്ന് ചോദിക്കുന്നു. അതെ, ഇൻജോമി ഞാനായി പോയതിൽ നീ എന്നോട് ക്ഷമിക്കണം. നീയാണ് റൈഡർ 37 എന്നറിയാതെ ഞാൻ നിന്നെ ഒരുപാട് ദ്രോഹിച്ചു എന്ന് പറഞ്ഞ് യൂറിൻ കരഞ്ഞുകൊണ്ട് നിലത്ത് കുത്തിയിരിക്കുന്നു. പലതവണ അവൾ ഹീതുവിനോട് സോറി പറയുന്നുണ്ട്. അവളുടെ ഏറ്റുപറച്ചിൽ കേട്ടപ്പോൾ ഹീതുവിന്റെ കണ്ണുകളും നിറയുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, നീ എനിക്ക് കാര്യം മാത്രം ഉറപ്പ് തന്നാൽ മതി. നീ ഡൈവിങ് ചെയ്യരുത് എന്നെനിക്ക് വാക്ക് തരണം, അത് വളരെ അപകടമാണ് എന്ന് പറഞ്ഞവൾ പ്രോമിസ് ചെയ്യാനായി വിരൽ നീട്ടുന്നു. താൻ സ്വിമ്മിംഗ് പൂളിലേക്ക് ഡൈവ് ചെയ്യുന്നത് അവൾ കണ്ടു കാണണം എന്ന് യൂറിമിന് മനസ്സിലാകുന്നുണ്ട്. അവൾ എഴുന്നേറ്റ് ഹീതുവിന്റെ കയ്യിൽ പിടിച്ച് പ്രോമിസ് ചെയ്യുന്നു. ഹീതു കരഞ്ഞുകൊണ്ട് അവളെ കെട്ടിപ്പിടിക്കുന്നു. രണ്ടുപേരും അങ്ങനെ നിന്ന് കുറേ സമയം കരയുന്നുണ്ട്. ഇജിൻ എഡിറ്റിംഗ് റൂമിലിരുന്ന് ഹീതുവിൻ്റെയും യൂറിമിൻ്റെയും ഷൂട്ട് ചെയ്ത വീഡിയോ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സീനിയർ പ്രൊഡ്യൂസർ അവിടേക്ക് വരുന്നു. നീ ഇപ്പോൾ ഷൂട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ശരിക്കും ബോറിംഗ് ആണ്. തുടക്കമെങ്കിലും അട്രാക്റ്റീവ് ആക്കാൻ കുറച്ചുകൂടി സാഹസികമായ രീതിയിൽ സ്റ്റേജിൽ വെച്ച് ഷൂട്ടിംഗ് നടത്തിയാലോ എന്ന് ഞാൻ ആലോചിക്കുകയാണ് എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ അവർക്ക് പരിക്ക് പറ്റാൻ സാധ്യതയുള്ള ഒരു രീതിയും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞ് ഇജിൻ എഴുന്നേറ്റ് പോകുന്നു. തൻ്റെ ഐഡിയാസ് എല്ലാം തുടക്കം മുതലേ അവൻ വേണ്ടെന്ന് പറയുന്നത് പ്രൊഡ്യൂസറെ ശരിക്കും ദേഷ്യം പിടിപ്പിക്കുന്നുണ്ട്. അന്ന് ഷൂട്ടിങ്ങിനിടയിൽ ഹീതുവിൻ്റെ യൂറിമിൻ്റെ പെരുമാറ്റം ഇജിനെ ശരിക്കും അമ്പരപ്പിക്കുന്നുണ്ട്. ഫെൻസിങ്ങിനിടയിൽ നിലത്ത് വീണ യൂറിമിൻ്റെ അരികിലേക്ക് ഇജിൻ ചെല്ലാൻ തുടങ്ങിയെങ്കിലും അതിനേക്കാൾ മുമ്പേ ഓടിയെത്തി ഹീതു അവൾക്കരികിലിരുന്ന് നിനക്കെന്തെങ്കിലും പറ്റിയെന്ന് ചോദിച്ച് വെപ്രാൾപ്പെടുന്ന കണ്ട് അവൻ അവിടെ തന്നെ നിന്നു പോകുന്നു. ബ്രേക്കിനിടയിൽ ഫാനിൻ്റെ കാറ്റ് കൊള്ളിക്കാൻ രണ്ടുപേരും പരസ്പരം മത്സരിക്കുന്നതും അവസാനം രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കാറ്റ് കൊള്ളുന്നതുമൊക്കെ അമ്പരപ്പോടെയാണ് അവൻ വീഡിയോയിൽ പകർത്തിയത്. ലഞ്ച് കഴിക്കാനിരുന്നപ്പോൾ രണ്ടുപേരും പരസ്പരം ഭക്ഷണം വെച്ച് നീട്ടുന്ന കൂടി കണ്ടപ്പോൾ ഇതിന് പിന്നെ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. ക്യാമറാമാനോട് ക്യാമറ ഒന്ന് ഓഫാക്കാൻ പറഞ്ഞിട്ട് അവൻ അവർക്കരികിലേക്ക് ചെന്ന് നിങ്ങളിത് എന്താണ് കാണിക്കുന്നത്? നിങ്ങളെന്താ ബ്ലൈൻഡ് ഡേറ്റിങ്ങിലാണോ? നിങ്ങളോട് അഭിനയിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ, അഭിനയിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നു. ഞങ്ങൾ അഭിനയിക്കുകയല്ല എന്ന് യൂറിൻ പറഞ്ഞപ്പോൾ നിങ്ങൾ പരസ്പരം തിരിച്ചറിഞ്ഞോ എന്നവൻ ചോദിക്കുന്നു. അറിഞ്ഞു, അതുമാത്രമല്ല നീ എന്നോട് കള്ളം പറഞ്ഞതാണെന്ന് പറഞ്ഞു. ഇന്റർവ്യൂവിന് പൂവുമായി പോവുകയാണല്ലേ എന്ന് ഹീതു പിണക്കത്തിൽ പറയുന്നു. യൂറിൻ കാരണമാണ് എനിക്ക് കള്ളം പറയേണ്ടി വന്നതെന്ന് ഇജിൻ പറഞ്ഞപ്പോൾ അവളെന്ത് തെറ്റ് ചെയ്തു എന്ന് ചോദിച്ച് ഹീതു അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അന്ന് രാത്രി ഹീതുവും യൂറിനും ഓൺലൈനിൽ കൂടി ചാറ്റ് ചെയ്യുന്നുണ്ട്. ഇൻജോമി നീയാണെന്നറിഞ്ഞതിൽ എനിക്ക് ഒട്ടും നിരാശയില്ല എന്ന് ഹീതു അവളോട് തുറന്നു പറയുന്നു. ഏഷ്യൻ ഗെയിംസിന്റെ കാര്യത്തിൽ ഞാൻ ചെയ്തത് തെറ്റായിപ്പോയി, അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു.
എന്നോട് ക്ഷമിക്കണമെന്ന് യൂറിമും പറയുന്നു. ആ സംഭവം എന്നെ ഒരുപാട് വേദനിപ്പിച്ചെങ്കിലും കുറച്ച് ദിവസം മുമ്പ് ആ മുറിവ് ഉണങ്ങി. നിന്റെ അമ്മ എന്നെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോൾ എൻ്റെ മനസ്സിൻ്റെ മുറിവ് പൂർണ്ണമായും ഉണങ്ങി. അതുകൊണ്ട് എനിക്കിപ്പോൾ വിഷമമില്ല. എനിക്ക് നിന്നെ മനസ്സിലാക്കും. എൻ്റെ അമ്മ പോലും ചെയ്യാൻ മറന്നുപോയത് നിന്റെ അമ്മ ചെയ്തു. അതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ഹീതു മറുപടി നൽകുന്നു. ഫീലിങ്സ് കൊണ്ട് ബാധ്യതകൾ തീർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് അമ്മയോട് വഴക്കുണ്ടാക്കിയതും അമ്മ സമ്മാനമായി തന്ന ഫോൺ ഇതുവരെ ഉപയോഗിക്കാത്തതിലും യൂറിമിന് അപ്പോൾ ശരിക്കും കുറ്റബോധം തോന്നുന്നുണ്ട്. ചാറ്റിംഗ് കഴിഞ്ഞപ്പോൾ അവൾ അകത്തിരുന്നുകൊണ്ട് പുറത്തെ ഷോപ്പിലെ ലാൻഡ് ഫോണിലേക്ക് അമ്മയെ വിളിക്കുന്നുണ്ട്. നീ വീട്ടിലില്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോൾ ഞാൻ ഇവിടെ തന്നെയുണ്ട്. ഈ ഫോണിൽ നിന്ന് ആദ്യം അമ്മയെ വിളിക്കണമെന്ന് എനിക്ക് തോന്നി. ഫീലിങ്സിനും ബാധ്യതകൾ തീർക്കാൻ കഴിയുമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അമ്മയോട് ദേഷ്യപ്പെട്ടതിന് എന്നോട് ക്ഷമിക്കണം. പിന്നെ ഒരു സെൽഫോൺ വേണമെന്ന് ഞാൻ ശരിക്കും ആഗ്രഹിച്ചിരുന്നു. എനിക്കിത് ഒരുപാട് ഇഷ്ടപ്പെട്ടുവെന്നും യൂറിം അമ്മയോട് പറയുന്നു. അമ്മയ്ക്ക് ശരിക്കും സന്തോഷമാകുന്നുണ്ട്. അടുത്ത ദിവസം യൂറിമിൻ്റെയും ഹീതുവിൻ്റെയും പേഴ്സണൽ ഇൻ്റർവ്യൂവിൻ്റെ ഷൂട്ട് ഇജിൻ്റെ TV സ്റ്റേഷനിൽ വെച്ചായിരുന്നു. ഇൻ്റർവ്യൂവിന് വേണ്ടി മേക്കപ്പ് ഇട്ട് റെഡിയായി ചെന്ന ഹീതുവിനെ കണ്ടപ്പോൾ ഇന്ന് നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ എന്ന് ഇജിൻ പറയുന്നു. അത് കേട്ട് അവൾക്ക് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ചാണോ ഇൻ്റർവ്യൂ നടത്തുന്നത്? എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടെന്നാണ് പറയുന്നതിനാൽ ഞാൻ അവരെല്ലാം പുറത്താക്കിക്കോളാം, പേടിക്കേണ്ട ഒരാവശ്യമില്ല എന്ന് പറഞ്ഞ് ഇജിൻ അവൾക്ക് ധൈര്യം നൽകുന്നു. ഏത് ആംഗിളിൽ ക്യാമറ വെച്ചാലാണ് ഹീതുവിനെ കൂടുതൽ സുന്ദരി തോന്നിക്കുന്നതെന്ന് ക്യാമറാമാൻ ഇജിനോട് വിളിച്ചു വെച്ചപ്പോൾ ലെഫ്റ്റ് സൈഡ് മതി, അതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്ന അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. എല്ലാവരെയും പുറത്തിറക്കി തനിച്ച് ഇൻ്റർവ്യൂ ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ ശരിക്കും സുന്ദരിയാണെന്ന് ഹീതു അവനോട് ചോദിക്കുന്നുണ്ട്. യൂറിമിൻ്റെ ഇൻ്റർവ്യൂ ആദ്യമേ കഴിഞ്ഞിരുന്നതിനാൽ അവൾ നേരത്തെ തന്നെ അടുത്ത ഷോട്ടിന് തയ്യാറെടുത്ത് സ്റ്റേജിലെത്തിയിരുന്നു. ഇൻ്റർവ്യൂ കഴിഞ്ഞ് ഹീതുവും അവിടേക്ക് ചെല്ലുന്നുണ്ട്. ആദ്യമായിട്ടായതുകൊണ്ട് ഞാൻ നല്ല ടെൻഷനിലായിരുന്നു എന്ന് ഹീതു ചമ്മലോടെ പറഞ്ഞപ്പോൾ എൻ്റെ ടെൻഷൻ ഇപ്പോഴും മാറിയിട്ടില്ല എന്ന് യൂറിം പറയുന്നു. ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഇജിൻ അവിടെ ഉണ്ടായിരുന്നില്ല. സീനിയർ പ്രൊഡ്യൂസറാണ് യൂറിമിനും ഹീതുവിനും വേണ്ട നിർദ്ദേശങ്ങൾ നൽകിയത്. ഏഷ്യൻ ഗെയിംസിൻ്റെ ഫൈനലിലെ ചർച്ചാ വിഷയമായ അവസാന റൗണ്ടിലെത്തിയതിന് സമാധാനമായ രീതിയിൽ ഫെൻസിങ് ചെയ്യാൻ അയാൾ അവരോട് പറയുന്നു. യൂറിം അതിനെ എതിർത്തെങ്കിലും നിങ്ങളെ നല്ല രീതിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞ് അയാൾ നിർബന്ധിക്കുന്നു. യൂറിം ഹീതുവിനോട് സംസാരിച്ചൊരു പരസ്പര ധാരണയിലെത്തി രണ്ടുപേർക്കും പരിക്ക് പറ്റാത്ത രീതിയിൽ അവരത് ചെയ്യുന്നു. ഒരേ സമയത്തുള്ള ടച്ചിൽ ഹീതുവാണ് ഫാസ്റ്റായി അടിച്ചത്. പ്രൊഡ്യൂസർക്ക് വേണ്ടത് അതായിരുന്നില്ല. ശരിയായില്ല എന്ന് പറഞ്ഞ് അയാൾ അവരെ കൊണ്ട് പലതവണ അതേ മൂവ്മെൻറ്റ് വീണ്ടും ചെയ്യുന്നു. എത്ര തവണ ചെയ്തിട്ടും ഹീതു തന്നെയാണ് ഫാസ്റ്റർ. അവസാനം ഡയറക്ടറുടെ ക്ഷമ നശിക്കുന്നു. നിങ്ങളെന്താ ഷൂട്ടിംഗ് കുട്ടിക്കളിയായിട്ടാണോ എടുത്തിരിക്കുന്നത്? മത്സരത്തിലെ പോലത്തെ സീരിയസ് ആയി ചെയ്യാൻ പറഞ്ഞ് അയാൾ രണ്ടുപേരെയും വഴക്ക് പറയുന്നു. യൂറിം ഫാസ്റ്റായി അടിക്കുന്നതാണ് അയാൾ പ്രതീക്ഷിക്കുന്നതെന്ന് തോന്നുന്നു. ഒരു തവണ വാൾ യൂറിമിൻ്റെ കയ്യിൽ നിന്ന് താഴെ വീഴുന്നുണ്ട്. മറ്റൊരു തവണ ഹീതുവിൻ്റെ അബദ്ധത്തിൽ യൂറിമിൻ്റെ ചവിട്ടുകൊണ്ട് അവൾ നിലത്ത് വീഴുന്നു. ഹീതുവിൻ്റെ കാൽ വേദനിക്കുന്നതിനാൽ അവൾ ബ്രേക്ക് ആവശ്യപ്പെടുന്നു. വേദനയ്ക്കുള്ള മെഡിസിൻ കൊണ്ടുവരാൻ യൂറിം ഉറക്കെ വിളിച്ച് പറയുന്നു. ഹീതുവിനെ എഴുന്നേൽക്കാൻ കഴിയാതെ നിലത്ത് തന്നെ ഇരിക്കുകയാണ്. എഡിറ്റിംഗ് റൂമിലായിരുന്ന ഇജിനെ ആരോ വിളിച്ച് വിവരം പറയുന്നതിനാൽ അവൻ ഓടി അവിടെ എത്തുന്നു. എന്താണ് സംഭവിച്ചതെന്ന് യൂറിം പറഞ്ഞറിഞ്ഞപ്പോൾ ആ മൂവ്മെൻറ്റ് വേണ്ടെന്ന് നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നല്ലേ എന്ന് അവൻ പ്രൊഡ്യൂസറോട് ചോദിക്കുന്നു. ഞാൻ അവരോട് കുങ്ഫു ഒന്നും ചെയ്യാൻ പറഞ്ഞില്ലല്ലോ, ചെറിയൊരു മൂവ്മെൻ്റ് അല്ലേ ചോദിച്ചുള്ളൂ എന്ന് പ്രൊഡ്യൂസർ പറഞ്ഞപ്പോൾ ഫെൻസിങ്ങിലെ ഏറ്റവും അപകടകരമായ മൂവ്മെൻ്റ് ആണത്. ഏറ്റവും കൂടുതൽ പരിക്ക് പറ്റാൻ സാധ്യതയുള്ള മൂവ്മെൻറ്റ്. അതൊന്നും അറിയാതെ ഇങ്ങനെ ചെയ്യിപ്പിക്കാൻ നിങ്ങളോട് ആര് പറഞ്ഞു എന്ന് ചോദിച്ച് ഇജിൻ അവരോട് ദേഷ്യപ്പെടുന്നു. ഞാൻ എനിക്ക് വേണ്ടിയൊന്നുമല്ലല്ലോ ചെയ്യുന്നത്, പ്രോഗ്രാമിന് റേറ്റിംഗ് കിട്ടാൻ വേണ്ടിയല്ലേ. റേറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ നീ എന്ത് ചെയ്യുമെന്ന് ചോദിച്ച് അയാൾ തിരിച്ചും ദേഷ്യപ്പെടുന്നു. റേറ്റിംഗ് കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തോളാം. പക്ഷേ അത്ലറ്റിന് പരിക്കേറ്റാൽ അതിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ ഏറ്റെടുക്കുമോ? അടുത്ത വർഷം തുടക്കം മുതൽ അവർക്ക് ഒരുപാട് മത്സരങ്ങളിൽ പങ്കെടുക്കാനുള്ളതാണ്. താങ്കൾ അതിന് എന്ത് ചെയ്യുമെന്ന് പിന്നെയും ഇജിൻ ചോദിക്കുന്നു. അപ്പോഴേക്കും മറ്റൊരാൾ വന്ന് പ്രൊഡ്യൂസർ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് പോകുന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്ന് ഹിതു പറഞ്ഞെങ്കിലും ഇജിൻ അവളെ പൊക്കിയെടുത്ത് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വണ്ടിയിലിരുന്നപ്പോൾ ഇങ്ങനൊരു സിറ്റുവേഷൻ ഉണ്ടാക്കിയതിന് ഹിതു സോറി പറയുന്നു. സോറി പറയേണ്ടത് ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെ സംഭവിക്കാൻ സമ്മതിക്കില്ലായിരുന്നു എന്നൊക്കെ ഇജിൻ കുറ്റബോധത്തോടെ പറയുന്നു. അയാളെ കണ്ടിട്ട് ഒരുപാട് സീനിയർ ആണെന്ന് തോന്നുന്നുണ്ടല്ലോ, ഇതൊരു പ്രശ്നമാകില്ല എന്ന് ഹിതു ചോദിച്ചപ്പോൾ ആ സമയത്ത് സീനിയോറിറ്റി ഒക്കെ ആരാണ് നോക്കുന്നത്? നിനക്ക് കാര്യമായ പരിക്ക് വല്ലതും പറ്റിയിരുന്നെങ്കിൽ ഞാൻ അയാളെ കൊന്നേനെ എന്ന് ഇജിൻ പറയുന്നു. എനിക്ക് കുഴപ്പമൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല, ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല എന്ന് ഹിതു പറഞ്ഞപ്പോൾ പോയി ചെക്ക് ചെയ്യിച്ചേക്കാം, പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാകേണ്ട എന്ന് അവൻ പറയുന്നു. വണ്ടി പാലത്തിലൂടെ ഓടിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സൈഡിലായി ഹിതു മഴവിൽ കണ്ടത്. ഇവിടെ വണ്ടി നിർത്തി അത് കണ്ടിട്ട് പോയാൽ പോരെ എന്ന് ഹിതു പറയുന്നു. അവൻ വണ്ടി ഒതുക്കുന്നുണ്ട്. ഹിതു വണ്ടിയിൽ നിന്നിറങ്ങി ചാടിത്തുള്ളി പോകുന്നത് കണ്ട് നിന്റെ കാലിൻ്റെ വേദന മാറിയെന്ന് ചോദിച്ച് ഇജിൻ പുറകെ ചെല്ലുന്നു. ഇപ്പോൾ വേദനയില്ലെന്ന് ഹിതു പറഞ്ഞെങ്കിലും എന്നാലും ഡോക്ടറെ കണ്ടേ പറ്റുമെന്ന് അവൻ പറയുന്നു. അവിടെ മഴവിൽ കണ്ടു നിൽക്കുമ്പോൾ ഏഷ്യൻ ഗെയിംസിനിടയിൽ ഞാൻ റഫറിയെ കാണാൻ പോയത് നീ ആയതുകൊണ്ട് മാത്രമാണ്. നിന്റെ സ്ഥാനത്ത് മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ പോകില്ലായിരുന്നു. പക്ഷെ റിപ്പോർട്ടർ എന്ന നിലയിൽ പോകേണ്ടത് എൻ്റെ ഉത്തരവാദിത്തമാണ്. നീയാണ് എനിക്ക് ശരിയായ വഴി കാണിച്ചു തന്നതെന്ന് ഇജിൻ അവളോട് പറയുന്നു. നമ്മുടെ റിലേഷൻഷിപ്പിന് റെയിൻബോ എന്ന് ഞാൻ പേരിട്ടപ്പോൾ റെയിൻബോ അല്ലെന്നല്ലേ നീ പറഞ്ഞത്? പിന്നെ എന്താണെന്ന് നീ ഇതുവരെ എന്നോട് പറഞ്ഞില്ലല്ലോ എന്ന് ഹിതു അപ്പോൾ ചോദിക്കുന്നു. ഇജിനൊന്ന് ആലോചിച്ചിട്ട് അത് ലവ് ആണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് വേണ്ടത് റെയിൻബോ അല്ല എന്ന് പറയുന്നു. ഹിതു അത് കേട്ട് വിശ്വസിക്കാനാകാതെ ഒന്ന് അമ്പരക്കുന്നുണ്ട്. അമ്പരപ്പ് മാറിയപ്പോൾ എനിക്ക് നിന്നോടുള്ള ഫീലിങ്സ് അത്രയ്ക്ക് വലുതാണോ എന്ന് എനിക്കറിയില്ല എന്ന് അവൾ പറയുന്നു. മനസ്സിൽ എന്നെക്കുറിച്ച് എന്താണുള്ളത് എന്ന് എനിക്കറിയില്ല, പക്ഷെ എന്നെ സംബന്ധിച്ചത് നീ എന്ത് ചെയ്യുകയാണെന്നോ എങ്ങനെയായിരുന്നു എന്നോ ഒന്നും ഒരു പ്രശ്നമല്ല. എനിക്കറിയാവുന്ന ഹിതുവിനെ ഞാൻ ശരിക്കും പ്രണയിക്കുന്നുണ്ട്. നിന്നെ ഹാപ്പിയാക്കുക എന്നതിൽ കൂടുതൽ ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കുന്നില്ല എന്നുകൂടി അവൻ പറയുന്നു. അതെങ്ങനെ ശരിയാകും? അതാണോ ലവ് എന്ന് ഹിതു തിരിച്ചു വെച്ചപ്പോൾ നിനക്കതാണ് എന്ന് അവൻ പറയുന്നു.
ഞാൻ ശരിക്കും ഹാപ്പിയാണിപ്പോൾ എന്ന് ഹീതു ചിരിച്ചുകൊണ്ട് പറയുന്നു. ഇജിൻ കൂടെ ഉണ്ടെങ്കിൽ മുന്നിൽ വരുന്ന ഏത് വലിയ തടസ്സത്തെയും നേരിടാനുള്ള ധൈര്യം എനിക്കുണ്ട് എന്നാണ് എനിക്ക് ഇപ്പോൾ തോന്നുന്നത് എന്ന് അന്ന് രാത്രി ഹീതു ഡയറിയിൽ കുറിക്കുന്നുണ്ട്. ഹീതുവിന്റെയും യൂറുവിന്റെയും ഇന്റർവ്യൂ എഡിറ്റ് ചെയ്തത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഇജിൻ. അപ്പോൾ ഫെൻസിംഗിന്റെ തിരക്കുകൾക്കിടയിൽ നഷ്ടപ്പെട്ടു എന്ന് തോന്നുന്ന എന്തെങ്കിലും ഉണ്ടോ എന്ന ചോദ്യത്തിന് രണ്ടുപേരും സ്കൂൾ ട്രിപ്പിന് പോകാൻ കഴിയാത്തൊരു വലിയ നഷ്ടമായി തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞത് അവൻ ശ്രദ്ധിക്കുന്നു. ആ സമയത്താണ് അവന്റെ സീനിയർ അവിടേക്ക് വന്ന് ഇന്ന് രാത്രിയിലെ ഗെറ്റ് ടുഗദറിന്റെ കാര്യം മറക്കണ്ടെന്ന് ഓർമ്മിപ്പിച്ചത്. ഷൂട്ടിങ്ങിനിടയിൽ പ്രൊഡ്യൂസറുമായി ഉണ്ടായ തർക്കത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ട് അദ്ദേഹത്തോട് സോറി പറഞ്ഞു എന്ന് സീനിയർ ചോദിച്ചപ്പോൾ ഞാൻ സോറി പറയേണ്ട ആവശ്യമുണ്ടോ എന്ന് ഇജിൻ ചോദിക്കുന്നു. പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഇനി കാണുമ്പോൾ ആകെ ബുദ്ധിമുട്ടായിരിക്കും. നിങ്ങളിൽ ഒരാൾ ഈ ഡോക്യുമെന്ററിയിൽ നിന്ന് പിന്മാറേണ്ടി വരും. ഇനി അങ്ങോട്ട് നിങ്ങൾ ഒരുമിച്ചിരിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളിൽ നിങ്ങളുടെ പെരുമാറ്റം കാരണം കൂടെയുള്ള ഞങ്ങളെല്ലാം അസ്വസ്ഥരാകേണ്ടി വരും. സമൂഹത്തിന്റെ സമാധാനത്തിന് വേണ്ടി ക്ഷമ പറയുന്നതിൽ തെറ്റില്ല എന്നൊക്കെ ഉപദേശിച്ചിട്ട് അദ്ദേഹം പോകുന്നു. അതനുസരിച്ച് ഇജിൻ ആ പ്രൊഡ്യൂസറുടെ അടുത്ത് സോറി പറയുന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ചായിരുന്നതിനാൽ അതൊന്നും സാരമില്ലെന്നേ, നീ വെറുതെ എന്നെ നാണം കെടുത്തല്ലേ എന്നൊക്കെ അയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞെങ്കിലും നമുക്ക് പുറത്തുനിന്ന് സംസാരിക്കാമെന്ന് പറഞ്ഞ് അവനെയും കൊണ്ട് ഒരു ഒഴിഞ്ഞ കോണിലേക്ക് പോയ അയാൾ ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ള നിന്നെ പോലെയുള്ളവരെ ജോലിക്കെടുത്താൽ ഇങ്ങനെ തന്നെ സംഭവിക്കും. അതോ ഇനി നിന്റെ അച്ഛൻ പഴയ പ്രതാപത്തിന്റെ ബാക്കി ഇപ്പോഴും നിന്റെ ഉള്ളിലും ഉള്ളത് കൊണ്ടാണോ എന്നൊക്കെ ചോദിച്ച് ഇജിനെ അപമാനിക്കുന്ന രീതിയിൽ സംസാരിക്കുന്നു. നിനക്കെന്നെ തല്ലണമെന്ന് തോന്നുന്നുണ്ടോ? തല്ലിക്കോ, പക്ഷെ നമ്മളിൽ ഒരാൾ ഇവിടെ നിന്ന് പോകേണ്ടി വരും. അതെന്തായാലും ഞാനായിരിക്കില്ല എന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്ന് പോകുന്നു. ഇജിൻ നിസ്സഹായത്തോടെ കേട്ടു നിന്നതല്ലാതെ മറുപടിയൊന്നും പറയുന്നില്ല. അന്ന് രാത്രിയിലെ ഗെറ്റ് ടുഗദറിനിടയിൽ റിപ്പോർട്ടറായി അപേക്ഷിക്കാനുള്ള യോഗ്യത വീണ്ടും ഡിഗ്രിയാക്കാൻ പോവുകയാണെന്നും ഹൈസ്കൂൾ വിദ്യാഭ്യാസം മാത്രമുള്ളവർക്ക് ഇനി അപേക്ഷിക്കാൻ കഴിയില്ല എന്നും സംസാരം നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മാറ്റം ഇവിടെ നടന്നു എന്നതിന് ഒരേ ഒരു തെളിവ് നമ്മുടെ മുന്നിലുള്ള ഇജിൻ മാത്രമാണ്. അതിന്റെ സന്തോഷത്തിൽ എനിക്കൊരു പെഗ് ഒഴിക്കാൻ പറഞ്ഞ ചീഫ് ഇജിന്റെ മുന്നിലേക്ക് ഗ്ലാസ് നീട്ടുന്നു. ഇജിന്റെ അഭിമാനത്തിന് മുറിവേറ്റെങ്കിലും അത് കാര്യമാക്കാതെ അവൻ ഒഴിച്ചു കൊടുക്കുന്നു. അതുവരെ വെള്ളം മാത്രം ഒഴിച്ചു കുടിച്ചുകൊണ്ടിരുന്ന ഇജിൻ അതിനുശേഷം ശരിക്കും മദ്യപിക്കുന്നുണ്ട്. വീട്ടിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴേക്കും അവന് നേരെ നിൽക്കാൻ പോലും കഴിയുന്നുണ്ടായിരുന്നില്ല. അവനെ ടാക്സിയിലാക്കാൻ കൂടെ വന്ന സീനിയറിനോട് റോഡ് സൈഡിൽ കുത്തിയിരുന്നുകൊണ്ട് ഞാൻ എൻ്റെ ജോലി വളരെ നന്നായി ശ്രദ്ധിച്ച് മികച്ച രീതിയിൽ ചെയ്തില്ലെങ്കിൽ എൻ്റെ വിദ്യാഭ്യാസം വീണ്ടും ഒരു പ്രശ്നമായി മാറും. അതുകൊണ്ട് ഞാൻ കൂടുതൽ ശ്രദ്ധിക്കണമെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ മുറിയിലെത്തി കിടക്കാൻ തുടങ്ങിയപ്പോൾ അച്ഛൻ്റെ കോൾ വരുന്നു. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴേ കുടിച്ചിട്ടുണ്ടോ എന്ന് അച്ഛൻ ചോദിക്കുന്നു. ഓഫീസിൽ ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു എന്ന് അവൻ പറയുന്നു. അച്ഛനോട് കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇതിന്റെ വിഷമം കുറേയൊക്കെ മാറുന്നുണ്ട്. യൂറിമിന്റെ അച്ഛൻ അത്തവണ വീട്ടിൽ വന്നപ്പോൾ യൂറിമിന് ഒരു CD പ്ലെയർ ഗിഫ്റ്റായി വാങ്ങിക്കൊണ്ട് വരുന്നു. അവൾ ഒരിക്കലും അത് ആഗ്രഹിച്ചിരുന്നില്ലെങ്കിലും മുമ്പ് അമ്മ ഫോൺ വാങ്ങിയപ്പോൾ മനസ്സിലുള്ള തുറന്നു പറഞ്ഞപ്പോൾ അമ്മയ്ക്കുണ്ടായ വിഷമം അറിയാവുന്നതുകൊണ്ട് അവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ച് അവൾ നന്ദി പറയുന്നു. കുറച്ചു കഴിഞ്ഞ് അവൾ ജിവുങ്ങിനെ ഫോൺ ചെയ്ത് തമ്മിലൊന്ന് കാണാൻ പറ്റുമെന്ന് അന്വേഷിക്കുന്നു. അവൻ ഉടൻ തന്നെ അവൾ പറഞ്ഞ സ്ഥലത്ത് എത്തുന്നുണ്ട്. യൂറിം അവനോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്നു. ഞങ്ങളുടെ കുടുംബം ഇപ്പോൾ ഒരു ലോണിന് ഗ്യാരണ്ടി നിന്നത് കാരണം ഒന്നുകൂടി ബാധ്യതയിലായിരിക്കുകയാണ്. ടോയ്ലറ്റ് പേപ്പറിന്റെ കാര്യത്തിൽ പോലും പിശുക്ക് കാണിക്കുന്ന എൻ്റെ അമ്മയും 10 വർഷമായി കീറിയ ഒരേ ഷൂ തന്നെ ഇപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ അച്ഛനും കൂടി എനിക്ക് ഫോണും CD പ്ലെയറും സമ്മാനമായി വാങ്ങി തന്നിരിക്കുകയാണ്. അവരുടെ വിഷമങ്ങളൊന്നും അറിയാതെ ഞാൻ സുഖമായി ജീവിക്കണമെന്നാണ് അവർ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അവരാഗ്രഹിക്കുന്ന പോലെ ഞാൻ അവരുടെ മുന്നിൽ സന്തോഷം അഭിനയിച്ചു എന്ന് യൂറിം നിറകണ്ണുകളോട് പറയുന്നു. യൂറിമിനെ തിരികെ കൊണ്ടുവിടാൻ നടക്കുമ്പോൾ നിനക്ക് ഇങ്ങനൊരു മാനസികാവസ്ഥ വന്നപ്പോൾ എന്നെ വിളിച്ചതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്ന് ജിവും പറയുന്നു. അവൻ തൻ്റെ ഫോൺ നമ്പർ കാണാതെ പറയുന്നത് കേട്ട് യൂറിം അമ്പരപ്പോടെ ഞാൻ പോലും ഇതുവരെ അത് പഠിച്ചിട്ടില്ല, നീ ഇത്ര പെട്ടെന്ന് പഠിച്ചോ എന്ന് ചോദിക്കുന്നുണ്ട്. നിന്നെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും എന്തുകൊണ്ടാണ് എന്നറിയില്ല, എൻ്റെ മനസ്സിൽ നന്നായി പതിയുന്നുണ്ട്. നീ സ്കൂളിലെ ഒരു സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ എത്ര നല്ലതായിരുന്നു എന്നവൻ പറയുന്നു. യൂറിൻ കൗതുകത്തോടെ അത് കേട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് ഞാൻ നിന്നോട് ഡേറ്റ് ചെയ്യാൻ ചോദിക്കുന്നതിൽ തെറ്റുണ്ടോ എന്ന് ജിവും ചോദിക്കുന്നത്. യൂറിൻ പെട്ടെന്നൊരു മറുപടി പറയാൻ നിൽക്കുന്ന കണ്ട് തെറ്റാണെങ്കിൽ ഞാൻ ചോദിക്കില്ല എന്ന് ജിവും പറയുന്നു. നിനക്ക് ചോദിക്കാമെന്നാണ് തോന്നുന്നതെന്ന് യൂറിൻ ചിരിച്ചുകൊണ്ട് പറയുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനം. ഏതെങ്കിലും കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാതെ നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ വേഗം തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ കൂടി അമർത്തുക. താങ്ക്സ് ഫോർ വാച്ചിങ്.